ഹായ് ഹലോ. അപ്പം ഞാൻ ഇന്ന് പോകുന്നത് എൻ്റെ ഹെയർ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം കുറേ നാളായിട്ട് വിചാരിക്കണു ഹെയർ കട്ട് ചെയ്യണം, അതേപോലെ തന്നെ കളറും ചെയ്യണം. അപ്പോൾ കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഹെയർ കളർ ചെയ്യുക എന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ നമ്മുടെ ഹൈലൈറ്റ് മോളിൻ്റെ ഓപ്പോസിറ്റുള്ള ടോണിയൻ കൈയിലേക്കാണ് കേട്ടോ. ടോണിയൻ കൈ നമുക്ക് ഹൈലൈറ്റ് മാളിലും ഉണ്ട്, അതേപോലെ തന്നെ ഗൂഗിൾ മാളിലൊക്കെ ഉണ്ട്. കോഴിക്കോട് ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കോഴിക്കോടുള്ള ഹൈലൈറ്റ് മാളിലെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിങ്ങിലുള്ള ടോണിയൻ കൈയിലാണ് ഞാൻ പോകുന്നത്. അപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് നേരിട്ട് അങ്ങോട്ട് ഇറങ്ങിയതാണ് വൈകുന്നേരം തന്നെ. അപ്പോൾ അതേ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഹൈലൈറ്റ് മാൾ കണ്ടില്ലേ. അപ്പം നമ്മൾ ടോണിയൻ കൈൻ്റെ അവിടെ എത്തി. അപ്പോൾ അതേ ഫസ്റ്റ് തന്നെ ഞാൻ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അവിടെ വലിയ തിരക്കില്ലായിരുന്നു. അപ്പം റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പം ഞാൻ എൻ്റെ ഹെയർ ബട്ടർഫ്ലൈ ഹെയർ കട്ട് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ബട്ടർഫ്ലൈ ഹെയർ കട്ടിന് ഏകദേശം 800 ആ ഒരു റേറ്റാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്പം ഹെയർ കട്ടിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിക്ക് ഹെയർ വാഷ് ചെയ്യാണ്. നന്നായിട്ട് കെയർ ചെയ്തിട്ട് അവർ വാഷൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇതിന് മുമ്പൊരു സലൂണിൽ പോയിട്ട് അന്വേഷിച്ച സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്മൂത്തനിങ് ചെയ്ത ഹെയർ ആയതുകൊണ്ട് ബട്ടർഫ്ലൈ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ എഫക്റ്റ് കാണൂല എന്നുള്ളത്. ഓൾറെഡി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നതല്ലേ, കുറച്ച് ചുരുളമുടി കേളി ആയിട്ടുള്ള മുടിയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആ ഒരു ഹെയർ കട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ ഇനി വരുന്നത് വരട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ബട്ടർഫ്ലൈ ഹെയർ കട്ട് തന്നെ ചെയ്തു കേട്ടോ. അപ്പോൾ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് അവർ ഹെയർ വാഷ് ചെയ്യുകയാണ്. അപ്പം അവിടെയുള്ള സ്റ്റാഫിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ യൂട്യൂബറാണ്, ഇങ്ങനെ വീഡിയോ എടുത്തോട്ടെ ചോദിച്ചപ്പോൾ അവർ ഭയങ്കര സഹകരണമായിരുന്നു. അവർ തന്നെ കുറേ വീഡിയോസൊക്കെ അവർ തന്നെ അവിടുത്തെ ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ട് അവർ തന്നെയാണ് എനിക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഷുവർ ഞങ്ങൾ എടുത്ത് തരാം, വീഡിയോ വേണമെങ്കിൽ ഞങ്ങൾ എടുത്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ അവർ. അപ്പോൾ അവർ ആദ്യം തന്നെ എൻ്റെ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തു. അതിന് ശേഷം അവർ ഷാമ്പൂ ഇട്ടിട്ട് നന്നായിട്ട് ഹെയറിൽ അഴുക്കൊക്കെ കളയാണ് കേട്ടോ. അപ്പം ഹെയർ അങ്ങനെ വാഷ് ചെയ്ത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു കയ്യിലിങ്ങനെ ഫോൺ പിടിച്ചുകൊണ്ടായിരുന്നു കേട്ടോ എടുക്കുന്നുണ്ടായിരുന്നത്. കുറച്ച് വീഡിയോസൊക്കെ അവർ സ്റ്റാഫ് വന്നിട്ട് എടുത്തു തന്നു. പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ തന്നെ എൻ്റെ കൈ പിടിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടി കേട്ടോ. അവർ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതിലും കോൺസെൻട്രേറ്റ് ചെയ്യണം. എന്നാലും ഏകദേശം എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോ. അപ്പോൾ അതേ അവർ ഹെയർ ഷാമ്പൂ ഇട്ട് കഴുകിയതിന് ശേഷം ഹെയർ കണ്ടീഷണറും കൂടെ ഇട്ടിട്ട് കഴുകുന്നുണ്ട് നന്നായിട്ട്. നല്ല രീതിക്ക് തന്നെ ഒരു മസാജിങ് ഒക്കെ തന്നിട്ടായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് അവരുടെ സർവീസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ ഹെയർ വാഷിങ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവർ ഒരു ടവലെടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ തുടച്ച് തരുന്നുണ്ടായിരുന്നു. നല്ല രീതിക്ക് തുടക്കില്ല, ആ ഒരു ഹെയറിലെ നനവോട് കൂടിയിട്ടാണ് ഇനി ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വാഷ് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഹെയർ കട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ, ഞാൻ എൻ്റെ കയ്യിൽ തന്നെ പിടിച്ചിട്ടാണ് കുറേ വീഡിയോ എടുത്തത് മാക്സിമം. പിന്നെ കുറേയൊക്കെ അവർ വന്ന് സഹായിച്ചു തന്നു. അപ്പോൾ അതേ നമ്മുടെ മേലൊന്നും മുടി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇത് കെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഏകദേശം മുടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അവർ. കത്രികയും ചീർപ്പൊക്കെ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വന്നു. പിന്നെ വേറൊരു കുറച്ച് വെയിറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് വേറൊരു സംഭവം കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹെയർ ഞാൻ കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഹെയർ സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞപ്പം അടിഭാഗത്തേക്ക് ഭയങ്കര വാല് പോലെയായിട്ട് അങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു. ഒരു വൃത്തിയില്ലാത്ത പോലെ ആയിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് അടിഭാഗം ഒന്ന് കട്ട് ചെയ്യണമെന്ന് വെച്ച് പോയത്. അപ്പോൾ എന്തായാലും കട്ട് ചെയ്യല്ലേ, അപ്പം ബട്ടർഫ്ലൈ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ബട്ടർഫ്ലൈ ഇങ്ങനെ ഞാൻ കുറേ പേരുടെ വീഡിയോസിലൊക്കെ കണ്ട് അങ്ങനെ ഇഷ്ടമായിട്ട് ചെയ്തതാണ് കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ച രീതിക്കല്ല അവർ കട്ട് ചെയ്തത്. ഒന്നാമത് എൻ്റെ ഹെയർ വലിയ ലെങ്ത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ ഒന്നാമത് സ്മൂത്തനിങ് ചെയ്ത ഹെയറിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയില്ല എന്ന് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു സലൂണിൽ പോയപ്പോൾ. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്. പക്ഷേ എനിക്ക് ഫൈനൽ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതേ ഹെയർ ഇങ്ങനെ കട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി അടുത്തത് കുറച്ച് അവിടെയുള്ള സ്റ്റാഫാണ് വീഡിയോ എടുക്കുന്നത്.
അപ്പോൾ ഇതേ നല്ല വൃത്തിക്ക് തന്നെ അവർ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവരുടെ സർവീസ്. അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വേറൊരു സലൂണിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ നമ്മളായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. അവർ എന്താണോ നമ്മൾ പറഞ്ഞത് അത് മാത്രം ചെയ്ത് തന്നിട്ട് പോകും. പക്ഷേ ഇവരെന്ന് പറയുന്നത് ഹിന്ദിയാണ്. അവർ ഹിന്ദിയിലാണ് സംസാരിക്കുന്നുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല ഹിന്ദി, അവർക്ക് മലയാളവും അറിയില്ല. പക്ഷേ എന്നാലും അവർക്ക് മലയാളം ഇങ്ങനെ നമ്മളിങ്ങനെ ആക്ഷനൊക്കെ കാണിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായ കാര്യം എന്താ പറയുന്നതെന്നുള്ളത്. എന്നാലും ഭയങ്കര ബോറടിപ്പിക്കാതെ അവരിങ്ങനെ ഫുള്ള് എൻഗേജ്ഡ് ആയിട്ട് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ മുടിയുടെ കോലൊന്ന് നോക്കി, ഹെയർ നനഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒട്ടും ഉള്ളില്ലായിരുന്നു കേട്ടോ എൻ്റെ ഹെയർ. നേരത്തെ എൻ്റെ മുടിക്ക് ഉള്ളൊന്നും ഇല്ലായിരുന്നു. പിന്നെ സ്മൂത്തനിങ് ചെയ്തതുകൊണ്ട് തന്നെ കുറച്ചിങ്ങനെ പറ്റിയിട്ടല്ലേ കിടക്കുക ഹെയർ. അപ്പോൾ എനിക്ക് തന്നെ എൻ്റെ മുടി കണ്ണാടിയിൽ കണ്ടപ്പോൾ ഞാൻ തന്നെ ഇത്രയേ ഉള്ളൂന്ന് എൻ്റെ മുടിയിൽ നിന്ന്. നമ്മളിങ്ങനെ ഹെയർ നനഞ്ഞപാട് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. അപ്പോൾ അവിടുത്തെ ഫുള്ള് ലൈറ്റും കണ്ണാടിയൊക്കെ കൂടെ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നു എൻ്റെ മുടി എത്രത്തോളം ഉള്ളുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പം പിന്നെ എനിക്കിങ്ങനെ ഹെയർ നല്ല ലോങ് ആയിട്ട് കൊണ്ടെടുക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്കിങ്ങനെ ഷോർട്ട് ഹെയറാണ് ഇഷ്ടം. അതാകുമ്പോൾ പെട്ടെന്ന് മെയിൻറ്റെയിൻ ചെയ്യാനും സുഖമാണ്, പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. അപ്പോൾ എനിക്ക് പൊതുവെ എനിക്ക് ഷോർട്ട് ഹെയറാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഹെയർ ഇങ്ങനെ ഇടയ്ക്ക് കട്ട് ചെയ്യും കേട്ടോ. എനിക്ക് അതൊരു ഹോബിയാണ് എൻ്റെ. ഹെയർ കുറച്ചൊന്ന് വലുപ്പമാകുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ സലൂണിൽ പോയി കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് അമ്മേനെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലൊക്കെ ഒന്ന് കട്ട് ചെയ്യിപ്പിക്കും. അതെൻ്റെ ഒരു സ്വഭാവമാണത്. അപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഹെയർ കട്ടിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കളർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവരിങ്ങനെ ഒരു ചാർട്ട് കാണിച്ചു തന്നു, ഓരോ കളറും അതിൻ്റെ പേര് കാര്യങ്ങളൊക്കെ. അപ്പം അതിൽ നമ്മൾ കളർ ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു കളർ ചെയ്യണ്ട, ഇപ്പോൾ തൽക്കാലം ഹെയർ കട്ട് ചെയ്തിട്ടില്ല, നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവസാനം നമ്മൾ എൻ്റെ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് നമ്മൾ ഹെയർ കളർ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ അതിലൊരു കളർ ഞാൻ സെലക്ട് ചെയ്തു. അവർ പറഞ്ഞു അതിൽ പല ടൈപ്പ് കളറുണ്ട്. ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം അല്ലേ കളർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ടുള്ള കളർ നമുക്ക് ചെയ്യാം. ഈ ബ്ലൂ അതേപോലെ തന്നെ റെഡ് അതൊക്കെ കുറച്ചും കൂടെ കെമിക്കൽ അധികം വരുന്ന കളറാണത്. അപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് അങ്ങനെ ഓവർ കളർ അങ്ങനെ എടുത്ത് കാണിക്കുന്ന ടൈപ്പ് കളർ നിങ്ങൾ ചെയ്യണ്ട. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി നന്നായിട്ട് ഡാമേജ്ഡ് ആവുമെന്ന് പറഞ്ഞു. ഓൾറെഡി എൻ്റെ മുടി ഉള്ളുമില്ല, പിന്നെ അത്യാവശ്യം മുടി കൊഴിയുന്നുണ്ട്. അപ്പോൾ അവസാനം അവർ പറഞ്ഞത് അവരെന്നെ ഞാൻ അവരുടെ അടുത്ത് സജഷൻ ചോദിച്ചു. അപ്പം എങ്ങനെയാണ് ഓവറായിട്ട് എൻ്റെ ഹെയർ ഡാമേജും ആവാൻ പാടില്ല, പക്ഷേ എനിക്ക് കളർ ചെയ്തൊരു ഫീലും കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളൊരു കളർ സെലക്ട് ചെയ്തു. കുറച്ചും കൂടെ നാച്ചുറലായിട്ടുള്ള കളറാണ് എടുത്തത്. ഓവർ കെമിക്കൽ കുറവുള്ള കളർ നോക്കിയിട്ടാണ് എടുത്തത്. അങ്ങനെ ഇതേ ഹെയർ അവർ ഉണക്കി കഴിഞ്ഞതിന് ശേഷം ഇനി ഹെയറിൽ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു സ്റ്റാഫാണ്, ആ ലേഡി സ്റ്റാഫാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവർ രണ്ടുപേരും ഒരേ നാട്ടുകാരാണെന്നാണ് തോന്നുന്നത്. അവർ ഭയങ്കര ഫ്രണ്ട്സൊക്കെയാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടൊക്കെ ആയിരുന്നു കേട്ടോ പണിയെടുത്തുകൊണ്ടിരുന്നത്. രണ്ടാളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ലേഡി സ്റ്റാഫിനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ നോക്കി നിന്നു. പിന്നെ എന്തൊരു ക്യൂട്ടായിരുന്നു എന്നറിയോ. അവരുടെ ഫേസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അവരെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. എന്താ പറയുക, ഒരു സലൂണിൽ നിൽക്കുന്നൊരു ലേഡി അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യില്ല. അവരെ കണ്ടപ്പോൾ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു അവരെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ അവരെ നോക്കിയൊക്കെ നിന്നു. അപ്പോൾ ഈ ഒരു കളറ് ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം നമ്മൾ അവിടെ നിന്നു കേട്ടോ. ഏട്ടൻ പറഞ്ഞു കളറ് ചെയ്യേണ്ട, ഹെയർ ഓൾറെഡി ഇപ്പം ഡാമേജ്ഡ് ആണ്, എന്തെങ്കിലും പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് കളർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഞാൻ കുറേ നാളായിട്ട് കൊണ്ടു നടക്കുന്ന മനസ്സിൽ. സ്മൂത്തനിങ് ചെയ്യണം എന്നായിരുന്നു ആദ്യ ആഗ്രഹം. അത് എങ്ങനെയെങ്കിലും ഞാൻ സാധിച്ചെടുത്തു. അപ്പോൾ പിന്നെ അടുത്ത എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് കളർ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പം ഏട്ടൻ ചെയ്യണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, ഇനി എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വരുന്നത് വരട്ടെ, എനിക്ക് ഹെയർ കളർ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇങ്ങനെ കളർ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട, പോയി ചെയ്തോ. നമ്മുടെ ആഗ്രഹമാണ്, അത് നമ്മൾ തന്നെയാണ് നടപ്പിലാക്കേണ്ടത്. അപ്പോൾ രണ്ട് ഡിസിഷനായിട്ട് നിൽക്കാതെ
നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യുക, ഞാൻ അത്രേ പറയുള്ളൂ. എനിക്ക് ഹെയർ കളർ ചെയ്തിട്ട് അങ്ങനെ ഓവറായിട്ട് കൊഴിയുന്നതെന്നൊന്നും ഞാൻ പറയില്ല. എനിക്ക് നോർമലി കൊഴിയുന്ന ആ ഒരു ഇതന്നെ ഉള്ളൂ കേട്ടോ. എനിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ധൈര്യമായിട്ട് ചെയ്യണമെന്നുള്ളവർ ധൈര്യമായിട്ട് പോയി ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അവരിതേ ഹെയർ കളർ ചെയ്യുന്നത് ഊരി കേട്ടോ. അപ്പോൾ ഹെയർ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിങ്ങനെ കറങ്ങി കറങ്ങി ഇറങ്ങി നല്ല രസമുണ്ടായിരുന്നു അത്. അങ്ങനെ അത് നമ്മുടെ ഓരോ ഏരിയയിലെത്തുമ്പോൾ ആ ഭാഗത്ത് ഇങ്ങനെ ചൂട് കിട്ടുക, അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെയാണ് അവർ ഉണക്കിയെടുത്തത് കേട്ടോ. പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണത്. അപ്പോൾ പെട്ടെന്ന് ഹെയർ കുറച്ച് സമയം എടുത്തു, ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് അതൊക്കെ ഉണങ്ങി കിട്ടി. അങ്ങനെ അവർ ആ ഫോയിൽ പേപ്പറൊക്കെ അഴിച്ച് ഹെയർ വാഷ് ചെയ്യുകയാണ് കേട്ടോ. ഇനി അങ്ങനെ നമ്മൾ ഹെയറൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അവരൊരു സ്പ്രേ അടിച്ചു, ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ആണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തോ ഒരു സ്പ്രേ വന്നിട്ട് അടിച്ചു. ഇനി എന്താ നമ്മുടെ ഡ്രയർ വെച്ചിട്ട് ഹെയറൊക്കെ ഒന്ന് ഡ്രൈ ചെയ്തെടുക്കുകയാണ്, ഉണക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇനി അവരൊരു ഫൈനലി സെറ്റ് ചെയ്ത് തരും. അപ്പോൾ നമുക്കറിയാം എങ്ങനെയുണ്ട് റിസൾട്ട് എന്നൊക്കെ ഉള്ളത്. ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. ഹെയർ ഏണ്ണ ഇഷ്ടമില്ലാതെയാണ് വന്ന് കളർ ചെയ്തത്. ഇനി അഥവാ ആ കളർ എനിക്ക് ഫേസിലേക്ക് ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും പറയുമോ, അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല, നല്ല രീതിക്ക് തന്നെ വന്നു കേട്ടോ. അപ്പോൾ ഹെയർ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹെയർ കുറച്ച് ഇന്ന് ഷോർട്ടായിപ്പോയി, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. മറ്റേ ഹെയർ ഇങ്ങനെ കുറേ നീളം ഉണ്ടായിട്ട് വാല് പോലെ കിടക്കുന്നതിലും നല്ലത് ഹെയർ ഷോർട്ടായിട്ട് ഇരിക്കുന്നതല്ലേ. അതൊരു വൃത്തിക്ക് കിടക്കുകയും ചെയ്യും, ബാക്കിൽ നിന്നൊക്കെ കാണുമ്പോൾ ഒരു വൃത്തിയും ഉണ്ടാവും. അപ്പോൾ ഹെയറിൻ്റെ കളറൊക്കെ കാണുന്നുണ്ട്. ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഏകദേശം എൻ്റെ സ്കിൻ ടോണിന് ചേരുന്ന ഒരു കളറുമാണ് കേട്ടോ. എൻ്റെ ഒരു സ്കിൻ ടോണുള്ളവർ ഈ ഒരു കളറ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് കളർ ഏതാണ് എന്നുള്ളത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ഓവറായിട്ട് ഈ റെഡൊക്കെ ഭയങ്കര എടുത്ത് കാണിക്കുന്ന കളറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഒരു സ്കിൻ ടോണുള്ളവർക്ക് ചേരൂല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതൊരു നാച്ചുറൽ പോലെ തോന്നും, അങ്ങനെ ഓവറായിട്ട് എടുത്ത് കാണിക്കില്ല. പക്ഷെ നമ്മൾ വെയിലത്തേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് കാണുകയും ചെയ്യും. അങ്ങനെ ഒരു കളറാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫൈനൽ ലുക്കാണ് കേട്ടത്. അവർ ഹെയർ ഇങ്ങനെ സെറ്റ് ചെയ്തൊക്കെ തന്നു. അപ്പോൾ എനിക്ക് ഹെയർ കളറിങ്ങിനും ഹെയർ കട്ടിനും കൂടെ ആയിട്ട് 4200 രൂപയായിട്ടോ. GST ഒക്കെ കൂടെയാണ് പറയുന്നത്. ബട്ടർഫ്ലൈ ഹെയർ കട്ട് ആയതുകൊണ്ടാണ് കുറച്ചുകൂടെ റേറ്റ് കൂടിയത്. നോർമൽ ഹെയർ കട്ടിന് ഇത്ര ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഹെയർ കളറിങ് അതേപോലെ തന്നെ 4200 രൂപ. പിന്നെ എൻ്റെ ലെങ്ത്ത് കുറവായിരുന്നു, മുടിക്ക് വലിയ ലെങ്ത്ത് ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു റേറ്റിന് കിട്ടിയത്. പിന്നെ ടോണി ആൻഡ് ഗൈ എന്ന് പറയുന്നത് കുറച്ച് ഫേമസ് ആയിട്ടുള്ളതാണല്ലോ. പിന്നെ ഇത് പെയ്ഡ് പ്രൊമോഷൻ അങ്ങനത്തെ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. ടോണി ആൻഡ് ഗൈ നമ്മളവിടെ അടുത്തുള്ളത് കൊണ്ട് അങ്ങനെ പോയെന്നേ ഉള്ളൂ. ഇതിന് മുമ്പ് ഞാൻ ഹെയർ സ്മൂത്തനിങ് ചെയ്ത ലോറന്നായിരുന്നു, അത് ഇപ്പോൾ ഹൈലൈറ്റിലില്ല. അപ്പോൾ ബാക്കിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഞാൻ ഹെയർ ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല, ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഹെയർ കളറിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ ഹാപ്പിയാണ്. അതേപോലെ തന്നെ അവരുടെ സർവീസും ഭയങ്കര സൂപ്പറായിരുന്നു. അപ്പോൾ ഇതേപോലെ ഹെയർ കളറിങ് ഒക്കെ ചെയ്യാൻ ആഗ്രഹം വെച്ചിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കണ്ട കേട്ടോ. നമ്മളായിട്ട് ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് ചെയ്താലേ കാര്യം നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആഗ്രഹം വെച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.